ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിൽ അലീനയുടെയും മനുഷ്യങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ശരണ്യയെ ഹരി ചതിച്ചാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അതിനുശേഷം വെള്ളത്തിൽ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവരികയാണ്. അതിനുശേഷം ആ വെള്ളത്തിൻ്റെ മയക്കത്തിൽ ശരണ്യ അബോധാവസ്ഥയിലാവുന്ന ശരണ്യയെ ഹരിയും ഫ്രണ്ട്സും ചേർന്ന് റൂമിലോട്ട് കൊണ്ടുപോയി വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുകയാണ്. ഇതിനെല്ലാം രോഹിത് സാക്ഷിയാവുകയാണ്. രോഹിത്തിനെ വിളിക്കുമ്പോൾ രോഹിത് ചെല്ലത്തില്ല, അതിന് വിസമ്മതിക്കുന്നു. അതിനുശേഷം രോഹിത് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് രോഹിതിനെ ഭീഷണിപ്പെടുത്തി ആ ഫോട്ടോസും വീഡിയോസും എല്ലാം അവർ ഫോണിൽ എടുപ്പിക്കുന്നു. അതിനുശേഷം രോഹിത് ഒരു ബോധവുമില്ലാതെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഭയങ്കരമായിട്ട് മാനസിക നിലയെല്ലാം തെറ്റിയാണ് വരുന്നത്. ശരണ്യയോട് കാണിച്ചു കൂട്ടിയ ആ ക്രൂരകൃത്യങ്ങളാണ് രോഹിത്തിൻ്റെ മനസ്സ് നിറയെ. വീട്ടിലോട്ട് വരുന്ന രോഹിതിനെ കാണുന്ന അലീനയ്ക്ക് വളരെയധികം വിഷമമാവുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നു. കൃഷ്ണ രോഹിതിനെ ചോദ്യം ചെയ്യുകയാണ്. ഭയങ്കരമായി ശക്തമായ രീതിയിൽ രോഹിത് അതിനെ എതിർക്കുന്നു. അതിനുശേഷം റൂമിലോട്ട് കയറി വരുന്ന രോഹിത്തിൻ്റെ മനസ്സ് മുഴുവൻ ശരണ്യയോട് ഹരിയും കൂട്ടുകാരും ചെയ്ത ക്രൂരതയാണ്. അത് ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടി വന്ന രോഹിത്തിൻ്റെ ഒരു മാനസികാവസ്ഥയും തന്നെയാണ്. രോഹിത് കണ്ണാടി നോക്കിക്കൊണ്ട് ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിക്കുകയാണ്. അതിനുശേഷം ശരണ്യയാണ് കാണിക്കുന്നത്. ശരണ്യ വളരെയധികം അത്യാസന്ന നിലയിലാണ് അവിടെ കിടക്കുന്നത്. കുറേ നേരം കഴിഞ്ഞിട്ടും ശരണ്യ ഉണരാത്തത് കൊണ്ട് ഹരിയും കൂട്ടുകാരും ഭയപ്പെടുകയാണ്. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഉപേക്ഷിക്കണം, ഇനി ഇവിടെ നിന്നാൽ നമ്മളെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹരി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. പകൽ സമയത്ത് അവളെ അവിടെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് രാത്രി ആവുന്നവരെ അവർ കാത്തിരിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് ഹരിയും കൂട്ടുകാരും ചേർന്ന് അവളെ റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുവിലാണ് ആ വീട്. അവിടെ ഒരു കുറ്റിക്കാട്ടിൽ അവളെ ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷം നാട്ടുകാർ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവിടെ ശരണ്യ മരണത്തോട് മല്ലിടുകയാണ്. അവിടെ വെച്ച് തന്നെ ശരണ്യയുടെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നു. പോലീസ് അവിടെ വരുന്നുണ്ട്. ശരണ്യയുടെ വസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന രക്തക്കറയും മറ്റ് സാമ്പിളും പോലീസ് ഫോറൻസിക്കിലോട്ട് അയക്കുന്നുണ്ട്. അതിനുശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനുശേഷം കൃഷ്ണ ചെന്ന് രോഹിത്തിനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. പക്ഷേ രോഹിത് ഒരു കാരണവശാലും ഫുഡ് കഴിക്കാൻ വരുന്നില്ല. അതിനുശേഷം ഹരി രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത് ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. രോഹിത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അതിനുശേഷം അലീന റൂമിലോട്ട് കടന്നു വരികയാണ്. അലീനയോട് സത്യങ്ങളെല്ലാം പറയാൻ രോഹിത്തിൻ്റെ മനസ്സ് വെമ്പുകയാണ്. സത്യം പറയണോ വേണ്ടയോ എന്ന് കരുതി. അപ്പോൾ അലീനയോട് സത്യങ്ങൾ പറയുമോ എന്നുള്ള ഒരു സംസാരത്തിലാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന കഥ കാണാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ കഥ അലീനയും രോഹിത്തും കൂടി നിൽക്കുന്നൊരു ഭാഗത്താണ് നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അലീനയോട് രോഹിത്ത് സത്യങ്ങളെല്ലാം പറയുമോ, തിരിച്ച് വീട്ടിൽ വരുന്ന ബാലേന്ദ്രനോട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അലീന തുറന്നു പറയുമോ? അപ്പോൾ അതിൻ്റെ കഥകളാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.